എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ദക്ഷിണാഫ്രിക്കയിൽ സുപ്രധാന ഏകദിന പരമ്പര വിജയം നേടിയതിനു ശേഷം ടെസ്റ്റ് പരമ്പരയ്ക്കായി ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ഒരുങ്ങുകയാണ്. സെഞ്ചൂറിയനിലെ സൂപ്പർ സ്പോർട്ട് പാർക്ക് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ വെച്ചാണ് ആദ്യ ടെസ്റ്റ് മത്സരം നടക്കുക. 2 മത്സരങ്ങളാണ് ഈ പരമ്പരയിൽ ഉള്ളത്. ആദ്യ ടെസ്റ്റ് പരമ്പര ഡിസംബർ 26 തുടങ്ങുമ്പോൾ തുടർന്ന് രണ്ടാം ടെസ്റ്റ് ജനുവരി 3 ന്യൂലാൻഡ്സിൽ ആരംഭിക്കും. രോഹിത് ശർമ്മയുടെ നേതൃത്വത്തിൽ ഇന്ത്യ ചരിത്രം കുറിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. കൂടാതെ ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് 2023-25 പോയിന്റ് പട്ടികയിലെ മുൻനിര ടീമായി അവരുടെ നില ഉറപ്പിക്കാനും ഇന്ത്യയ്ക്ക് വിജയം അനിവാര്യമാണ്. ആദ്യ മത്സരത്തിൽ സീനിയർ താരങ്ങളായ രോഹിത്, വിരാട് കോഹ്ലി, ജസ്പ്രീത് ബുംറ, രവീന്ദ്ര ജഡേജ എന്നിവർ തിരികെയെത്തും. മറ്റ് നിരവധി കളിക്കാരും മടങ്ങിവരുന്നുണ്ട്. ടെസ്റ്റ് ഫോർമാറ്റിനായി ശക്തമായ ഒരു ടീമിനെ രൂപീകരിച്ചു. പരിക്ക് മൂലം മുഹമ്മദ് ഷമിയുടെ അസാന്നിധ്യവും ഇഷാൻ കിഷൻ വ്യക്തിപരമായ കാരണങ്ങളാൽ പിന്മാറിയതുമാണ് ഇന്ത്യയുടെ ടെസ്റ്റ് ടീമിൽ രണ്ടാം വിക്കറ്റ് കീപ്പറായി KS ഭരതിനെ ഉൾപ്പെടുത്താൻ കാരണമായത്. ഇനി ഇന്ത്യയുടെ സാധ്യത 11ലേക്ക് വന്നുകഴിഞ്ഞാൽ ഓപ്പണിംഗ് ടെസ്റ്റിൽ ക്യാപ്റ്റൻ രോഹിത് ശർമ്മയും യുവതാരം യശസ്വി ജയ്സ്വാളുമായി കൂട്ടുകൂടും. ചേതേശ്വർ പൂജാരയുടെ അഭാവത്തിൽ ശുഭ്മാൻ ഗിൽ 3ാം സ്ഥാനത്തെത്തിയേക്കും. കോഹ്ലി 4ാം സ്ഥാനത്തെത്തുമ്പോൾ ശ്രേയസ് അയ്യർ 5ാം സ്ഥാനത്തും ഇറങ്ങും. കിഷൻ പുറത്തായതോടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാന്റെ റോളിൽ KL രാഹുൽ എത്തും. ഓൾറൗണ്ടറായി രവീന്ദ്ര ജഡേജ കളിക്കും. 1ാം റാങ്കിലുള്ള ടെസ്റ്റ് ബൌളർ രവിചന്ദ്രൻ അശ്വിൻ ആദ്യ മത്സരം കളിക്കാൻ സാധ്യതയില്ല. അശ്വിന്റെ സ്ഥാനത്ത് ഷാർദുൽ താക്കൂർ എത്താനാണ് സാധ്യത. അതുപോലെ തന്നെ മുഹമ്മദ് സിറാജ്, ജസ്പ്രീത് ബുംറ, മുകേഷ് കുമാർ എന്നിവർ പേസ് ആക്രമണത്തെ നയിക്കും. ഏകദിന പരമ്പര നേടാൻ ആയതിന്റെ ആത്മവിശ്വാസത്തിലാണ് ടീം ഇന്ത്യ. ഇതേ ഫോമിൽ തന്നെ കളിച്ച് ടെസ്റ്റ് പരമ്പരയും സ്വന്തമാക്കാനാണ് അവരുടെ ലക്ഷ്യം. ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തെന്ന് താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.